പാമീർ ഹൈവേ അതൊരു റോഡിന്റെ പേര് മാത്രമല്ല, ലോകത്തെ ഏറ്റവും മനോഹരമായ യാത്രയുടെ, സാഹസികമായ യാത്രയുടെ പേരുകൂടിയാണ്. പാമീർ ഹൈവേയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ. പാമീർ ഹൈവേ അഥവാ M41 മധ്യേഷ്യയിലെ, പ്രത്യേകിച്ച് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ചരിത്ര പ്രധാനമായ പാതയാണ്. ഇത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഹൈവേ ആണിത്. ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള കാരക്കോറം ഹൈവേ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അന്താരാഷ്ട്ര ഹൈവേയാണ് പാമീർ ഹൈവേ. താജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്ന് കിർഗിസ്ഥാനിലെ ഓഷ് നഗരം വരെയാണ് പാമീർ ഹൈവേ പ്രധാനമായും വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന് 1200 കിലോമീറ്ററിലധികം നീളമുണ്ട്. പാമീർ ഹൈവേയുടെ ഏറ്റവും ഉയർന്ന ഭാഗം 4655 മീറ്റർ അഥവാ 10272 അടി ഉയരത്തിലുള്ള അക് ബൈത്തൽ ചുരമാണ്. ഈ ഉയരം കാരണം യാത്രക്കാർക്ക് ശ്വാസമുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഹൈവേയിലൂടെയുള്ള യാത്ര സാഹസികവും മനോഹരവുമാണ്. വഴിയോരങ്ങളിൽ കൂറ്റൻ പർവ്വതനിരകൾ, നദീതടങ്ങൾ, മനോഹരമായ താഴ്വരകൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ, വിശാലമായ പുൽമേടുകൾ എന്നിവ കാണാം. വരണ്ട മരുഭൂമിക്ക് സമാനമായ പ്രദേശങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. പുരാതന പട്ടുപാതയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു പാമീർ ഹൈവേ. സഹസ്രാബ്ദങ്ങളായി വ്യാപാരികളും സഞ്ചാരികളും ഈ വഴി ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ തീരങ്ങളിൽ പുരാതന സാമ്രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാം. പാമീർ ഹൈവേയിലൂടെയുള്ള യാത്ര വെല്ലുവിളി നിറഞ്ഞതാണ്. റോഡുകൾ പലപ്പോഴും കുണ്ടും കുഴിയും നിറഞ്ഞതും ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമാണ്. കാലാവസ്ഥ വളരെ തണുപ്പുള്ളതും പെട്ടെന്ന് മാറുന്നതുമാണ്. എന്നിരുന്നാലും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. പാമീർ ഹൈവേയുടെ തീരങ്ങളിൽ ലളിത ജീവിതം നയിക്കുന്ന പാമീർ കിർഗിസ് വംശജരെ കാണാൻ സാധിക്കും. ഇവരുടെ പരമ്പരാഗത ജീവിത രീതികളും ആതിഥ്യ മര്യാദയും യാത്രികരെ ആകർഷിക്കുന്ന ഒന്നാണ്. വേനൽക്കാലത്ത് നാടോടികളായ കന്നുകാലികളെ മേയ്ക്കുന്നവരെയും ഏർട്ടുകൂടാരങ്ങളും കാണാം. പാമീർ ഹൈവേയുടെ ഏകദേശം 750 കിലോമീറ്റർ ദൂരം അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമാന്തരമായി പഞ്ചു നദിക്ക് കുറുകെയാണ്. ഇത് യാത്രക്കാർക്ക് അഫ്ഗാനിസ്ഥാൻ ഗ്രാമങ്ങളും അവിടുത്തെ ജീവിത രീതികളും ഒരു നദീതീരത്ത് നിന്നും കാണാൻ അവസരം നൽകുന്നു. ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ചൈനയുടെ അതിർത്തി വേല കാണാം. പാകിസ്ഥാനും ദൂരെ നിന്നും കാണാൻ സാധിക്കും. ഈ ഹൈവേയുടെ ബഹുഭാഗവും 1930കളിൽ സോവിയറ്റ് യൂണിയനാണ് നിർമ്മിച്ചത്. സൈനിക ആവശ്യങ്ങൾക്കും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ദുഷ്കരമായ റോഡുകളും അതിശക്തമായ കാലാവസ്ഥയും കാരണം ഇത് സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്വപ്നയാത്രയാണ്. സൈക്കിൾ യാത്രക്കാർക്കും ഓവർലാൻഡർമാർക്കും ഇത് വളരെ പ്രിയപ്പെട്ട റൂട്ടാണ്. നിർഭാഗ്യവശാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യൂറോപ്പിലേക്ക് കള്ളക്കടത്ത് നടത്തുന്ന ഹെറോയിന്റെ ഒരു പ്രധാന പാതയായതുകൊണ്ട് ഇത് ഹെറോയിൻ ഹൈവേ എന്നും അറിയപ്പെടുന്നു. പാമീർ ഹൈവേ ലോകത്തിലെ ഏറ്റവും മനോഹരവും സാഹസികവുമായ റോഡുകളിൽ ഒന്നാണെങ്കിലും അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഇത് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്കും മറ്റ് അപകടങ്ങൾക്കും ഇരയാകാറുണ്ട്. സമീപകാലത്ത് പാമീർ ഹൈവേ ഒരു പ്രധാന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു വരുന്നുണ്ട്. യാത്രികർക്ക് പ്രാദേശിക സംസ്കാരം മനസ്സിലാക്കാനും അതിശയകരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാമീർ ഹൈവേ വെറുമൊരു റോഡ് മാത്രമല്ല, അതിമനോഹരമായ പ്രകൃതിയും സമൃദ്ധമായ ചരിത്രവും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഒരുമിപ്പിക്കുന്ന ഒരു സാഹസിക യാത്രയുടെ പേരാണത്.